ഹലോ, എല്ലാവർക്കും കഥകളുടെ ലോകമായ ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലറിലേക്ക് സ്വാഗതം. അപ്പം കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കൂട്ടത്തിലെ ബെല്ലൈക്കണം ഒന്ന് തൊടാൻ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ. രാത്രി സമയം 9:30. ആ സമയം ഇഷ രുദ്രന്റെ നെഞ്ച് തലചായ്ച്ച് കിടക്കുകയാണ്. രുദ്രനാണ് എങ്കിലോ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഇഷ, രുദ്ര, എനിക്ക് വിശക്കുന്നു. എടി, സമയം എത്ര എന്ന് വല്ല അറിയോ? ഇവിടെ എല്ലാരും കിടന്നു കാണും. രുദ്രൻ ആലോചനയോടെ പറഞ്ഞു. പൊക്കോ, എപ്പോ കയറിയതാണ് നീ? നിന്നെ പോലെയല്ല ഞാൻ. എനിക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. അതെനിക്കറിയാം. നമുക്ക് പുറത്തു പോയി കഴിക്കാം. നീ റെഡിയാക്കാം. അവർ അത് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് റൂമിന് പുറത്ത് സ്വാതി വാതിൽ തട്ടുന്നത് കേട്ടത്. അയ്യോ സ്വാതി ആന്റിയാണ്. ഇഷ, നീ ചെല്ല. ഞാനെങ്ങനെയാണ്? രുദ്രൻ പെട്ടെന്ന് ഇഷയോട് പറഞ്ഞു. അത് കേട്ട ഇഷ കണ്ണും മെഴിച്ച് സ്വയം നോക്കിക്കൊണ്ട്, പൊക്കോ, ഞാൻ എങ്ങനെ? ദേ, ഞാൻ ഉറങ്ങിപ്പോയി. അല്ല, കുളിക്കുവാന്ന് പറ. ചെല്ല. ഇഷ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കാട്ടായം കണ്ട് ചിരിയോടെ രുദ്രൻ പെട്ടെന്ന് അലമാര തുറന്ന് വേഗം ഒരു പാൻറ്റും ടീഷർട്ടും ഇട്ട് വേഗം വാതിൽ തുറന്നു. പുറത്ത് സ്വാതി അവർ നിൽക്കുന്നത് രുദ്രൻ കണ്ടു. രുദ്രന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് വാതിൽ തട്ടിയതിന്റെ പകപ്പും ചളിപ്പും അവരുടെ മുഖത്ത് നല്ലതുപോലെ ഉണ്ട്. അതറിഞ്ഞ് രുദ്രൻ പെട്ടെന്ന് മുഖത്ത് ശാന്തത വരുത്തിക്കൊണ്ട് അവരെ നോക്കി. എന്തു പറ്റി സ്വാതി ആന്റി? അത് മോൾ എന്തിയെ? അവർ പതറി ചോദിക്കുന്നത് കണ്ട് രുദ്രൻ ചിരിയോടെ, ആന്റി ഇഷ കുളിക്കുകയാണ് പറഞ്ഞു. അവന്റെ മുഖത്ത് ചിരി കണ്ടതും അവർ ചെറിയ ചിരിയോടെ, ആണോ? ആ, കുഴപ്പമില്ലല്ലോ. ഞാൻ മക്കളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വരുമായിരുന്നു. അദ്ദേഹം കുറെ നേരമായി മോന് വേണ്ടി കാത്തിരിക്കുകയാണ്. മോൻ വന്നിട്ട് കഴിക്കുന്നുള്ളൂ എന്ന്. അയ്യോ, അച്ഛൻ കഴിച്ചില്ലേ? കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ വരാം. ആൻറ്റി ഫുഡ് എടുത്തു വെച്ചു. രുദ്രൻ പെട്ടെന്ന് പറഞ്ഞു. ശരി മോനെ. അത്രയും പറഞ്ഞ് ചിരിയോടെ അവർ താഴേക്ക് പോകാൻ തുടങ്ങി. അത് കണ്ട് രുദ്രൻ അവരെ കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ട് അകത്തേക്ക് കയറി. രുദ്രൻ വാതിൽ പൂട്ടി തിരിഞ്ഞതും ഇഷ ബെഡിൽ പുതപ്പ് പുതച്ചിരിക്കുന്ന ആണ് കണ്ടത്. ഇഷ നോക്കുമ്പോൾ പതിഞ്ഞ് ചിരിയായി നിൽക്കുന്ന രുദ്രനെ കണ്ട ഇഷ പതി എന്താണെന്ന അർത്ഥത്തിൽ തലയിറക്കി രുദ്രനോട് ചോദിച്ചു. ഒന്നുമില്ല എന്നർത്ഥത്തിൽ അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് രുദ്രൻ ഇഷയുടെ അടുത്ത് ചെന്ന് അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തു. എന്ത് രുദ്ര, വിട്ടേ! ഇഷ പെട്ടെന്ന് അവന്റെ കയ്യിൽ കിടന്ന് കുതറി. പെട്ടെന്ന് രുദ്രൻ, അടങ്ങ് പെണ്ണെ, ഞാൻ കാണാത്തതൊന്നും തന്നെ ഇല്ലല്ലോ. പോടാ. ഇതേ പെണ്ണെ, ചുമ്മാ എന്നെ ചൊറിഞ്ഞ മോൾ ഇനിയും താങ്ങൂല കേട്ടോ. ഇപ്പൊ പക്ഷെ സമയമില്ല. അച്ഛൻ കാത്തിരിക്കുന്നു ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കുളിച്ചിട്ട് പുറത്തു പോകാം. രുദ്രൻ അവസാനം വാക്കുകൾ കുറച്ച് പ്രണയത്തോടെ തന്നെയായിരുന്നു പറഞ്ഞത്. ആ ശബ്ദം അത്ര സൗമ്യമായതും ഇഷയുടെ മുഖം വല്ലാതെ ചുവന്നു തൊടുത്തു. അതേ നാണത്തോടെ ഇഷ രുദ്രന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. രുദ്രൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് ബാത്റൂമിലേക്ക് കയറി. ഇതേ സമയം, എടി, മക്കൾ ഇതുവരെ വന്നില്ലല്ലോ. കാശിനാഥൻ പറയുന്ന കേട്ട് ചിരിയോട് സ്വാതി. അവര് വരും കാശിയേട്ടാ. ഞങ്ങൾ വന്നു അച്ഛാ. സ്വാതി പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് തന്നെ രുദ്രന്റെ വാക്കുകൾ അവർ കേട്ടു. അദ്ദേഹം ചിരിയോടെ അവരെ നോക്കി. ഇപ്പോഴും കാശി തന്റെ വീൽ ചെയറിൽ തന്നെയാണ്. അടുത്ത് സ്വാതിയുമുണ്ട്. രുദ്രൻ ചിരിയോടെ കാശിയുടെ അരികിലായിരുന്നു. ഒപ്പം തന്റെ അടുത്തുള്ള ചെയറിൽ ഇഷയെ ഇരുത്തുകയും ചെയ്തു. ഭക്ഷണം രുദ്രൻ തന്നെയാണ് ഇഷയ്ക്ക് എടുത്തു കൊടുത്തത്. സ്വാതി കാശിനാഥന് വാരി കൊടുക്കുന്നുണ്ട്. അതേസമയം രുദ്രനും കാശിയും പലതും പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ സന്തോഷകരമായ സമയം. ഇടയ്ക്ക് കാശി ഇഷയോട് പലതും ചോദിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചിരിയോടെ ഇഷയും മറുപടി നൽകുന്നുണ്ട്. കാശിക്ക് ഭക്ഷണം കൊടുത്ത ഉടനെ സ്വാതി ആന്റിയെ ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്ന കാശി. ആ കാഴ്ചകളെല്ലാം തന്നെ ഇഷ വല്ലാത്തൊരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അവർ എല്ലാവരും കുറച്ചു നേരം കൂടെ സംസാരവും കളിയുമായി ഇരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് രുദ്രൻ ഇഷയെ കണ്ണു കാണിച്ച് റൂമിലേക്ക് വരാൻ വേണ്ടി. എന്നിട്ട് അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയും ചെയ്തു.
അത് കണ്ട ഇഷ ചമ്മലോടെ കാശിനാഥനെയും സ്വാതി ആന്റിയെയും നോക്കി. എന്നാൽ അവരുടെ കണ്ണുകൾ തന്നിലല്ല എന്ന് കണ്ട ഇഷ അവരുടെ അടുത്ത് താൻ കിടക്കുകയാണ്, ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് രുദ്രന്റെ പുറകെയും പോയി. റൂമിൽ ചെന്ന ഉടനെ ഇഷ, രുദ്ര എന്താടി? ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന രുദ്രൻ മനസ്സിലാകാത്തതുപോലെ ഇഷയെ നോക്കി. അത് കണ്ടതും കള്ള ദേഷ്യത്തോടെ ഇഷ, ദേ നീ എന്തോ കാണിച്ചോണ്ടിരുന്നെ, അവർ കണ്ടു എന്നാ തോന്നണേ. അതിന് ഞാൻ എന്ത് കാണിച്ചു എന്നാ ഇഷ? കാര്യം മനസ്സിലായിട്ടും കുറുമ്പോടവൻ ഇഷയെ ചൊറിയാൻ തുടങ്ങി. ദേ രുദ്ര റൂമിൽ കിടക്ക് സോറി ദേ രുദ്ര റൂമിൽ വരാൻ പറഞ്ഞില്ലേ, അത് തന്നെ. അതിന് റൂമിൽ വരാൻ പറഞ്ഞതിന് എന്താ ഇഷ? നിനക്ക് എന്താ പെണ്ണെ? രുദ്രൻ ഇഷയുടെ നേരെ നിന്ന് കൈ കെട്ടിക്കൊണ്ട് ചോദിച്ചു. അത് കണ്ടതും ഇഷ, ദേ രുദ്ര എന്നെ കൊണ്ട്. ഓ അങ്ങനെ, അയ്യടാ ഞാൻ അതിനൊന്നും അല്ല വിളിച്ചേ, രുദ്രൻ ചിരിയോടെ പറഞ്ഞു. പിന്നെ മനസ്സിലാകാതെ നിൽക്കുന്ന ഇഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇഷ അവിടെ നമ്മളെക്കാൾ പ്രണയിക്കുന്ന 2 പേരുണ്ട്, അവർക്ക് നമ്മൾ ശല്യമാകണ്ട എന്നോർത്ത് പറഞ്ഞതാ, മനസ്സിലായില്ല അല്ലേ? ഇല്ല രുദ്ര. അറിയാം, വാ ഞാൻ കാണിച്ചു തരാം. രുദ്രൻ ഇഷയെയും ചേർത്ത് പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. അങ്ങോട്ട് നോക്ക്, കണ്ടോ? രുദ്രൻ പറഞ്ഞത് കേട്ട് ഇഷ അവൻ കാണിച്ച ഭാഗത്തേക്ക് നോക്കി. അവിടേക്ക് നോക്കി ഇഷയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് നിറഞ്ഞു. കാശിനാഥനും സ്വാതി ആന്റിയും അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവരുടെ ഗാർഡനിൽ ഇരിക്കുകയാണ്. രുദ്ര അവര്? ഇഷ ചിരിയോടെ രുദ്രനെ നോക്കി. അവനും ചിരിയോടെ തന്നെ, കണ്ടോ, ഇതുള്ളത് കൊണ്ടാണ് നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത്, മനസ്സിലായോ? രുദ്രൻ പറഞ്ഞത് കേട്ട് ഇഷ ചിരിയോടെ അവരെ നോക്കി നിന്നു. വീൽ ചെയറിലിരുന്ന് കാശിനാഥൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്വാതി ആന്റി അദ്ദേഹത്തിന്റെ അടുത്തുള്ള ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ എടുത്ത് തന്റെ കൈക്കുള്ളിൽ വെച്ച് തലോടിക്കൊണ്ട് കാശിനാഥൻ പറയുന്ന വാക്കുകൾ ചിരിയോടെ ശ്രദ്ധിക്കുന്നു. വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന കാഴ്ച, മനസ്സിന് കുളിർമയേകുന്ന കാഴ്ച. അവരുടെ പ്രണയം നോക്കി നിൽക്കെ ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനോ വേണ്ടി. അതറിഞ്ഞ പോലെ രുദ്രൻ ഇഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലുള്ള ചെയറിലേക്ക് ഇരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഇഷയെയും രുദ്രനെയും ആർക്കും കാണാൻ കഴിയില്ല, എന്നാൽ അവർക്കെല്ലാം കാണാൻ കഴിയും. അതുപോലെ രുദ്രൻ തന്റെ അച്ഛനെ നോക്കിക്കൊണ്ട് തന്നെ ഇഷയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്തു പറ്റി? അറിയില്ല രുദ്ര, അവരെ കണ്ടപ്പോൾ ഇഷയ്ക്ക് വാക്കുകളില്ലായിരുന്നു. അതറിഞ്ഞ രുദ്രൻ ചിരിയോടെ, എനിക്കറിയാം ഇഷ, നിന്റെ മനസ്സിൽ എന്താണ് എന്ന്. ഇതേ ഫീല് ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ അറിഞ്ഞതാണ്. നിനക്കറിയോ, ആ പ്രായത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന്. കണ്ടില്ലേ, അവരെന്ത് സ്നേഹത്തിലാണ് അല്ലേ? ഒരു പക്ഷേ ഞാനോ എന്നെ ജനിപ്പിച്ച സ്ത്രീയോ അച്ഛൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും സ്വാതി ആന്റിയായി അച്ഛൻ ഉറപ്പായും സന്തോഷത്തിൽ കുഞ്ഞുങ്ങളൊക്കെയായി ജീവിച്ചത് അല്ലേ? അല്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നവരെ ദൈവം ഉറപ്പായും ഒന്നിച്ചേന് അല്ലേ ഇഷ? ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ മുടിയിൽ തലോടുകയും ഒപ്പം സൈഡിൽ അവൻ അച്ഛനെയും സ്വാതിയെയും നോക്കിക്കൊണ്ട് ഇരുന്നു. ആ നിമിഷങ്ങളിൽ രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന ഇഷയ്ക്ക് അവന്റെ നെഞ്ചിലെ മാറ്റങ്ങൾ ഒരു പക്ഷെ അറിഞ്ഞിരിക്കണം. അതിനാൽ തന്നെ ഇഷ മറുപടി പറയാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട്, അങ്ങനെയായിരുന്നുവെങ്കിൽ എങ്ങനെയാ രുദ്ര എനിക്ക് നിന്നെ കിട്ടുക? നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ രുദ്ര? നീ ഇല്ലാതെ ഇഷയില്ല രുദ്ര. ഇഷയും കണ്ണുകൾ നിറച്ചുകൊണ്ട് രുദ്രന്റെ നെഞ്ചിലേക്ക് ചേർന്നു. കാരണം കുറച്ച് സമയങ്ങൾ കൊണ്ട് ഇഷയുടെ മനസ്സ് വല്ലാതെ തളർന്നിരുന്നു. അവൾക്ക് മുന്നിൽ തെളിഞ്ഞ രുദ്രന്റെ ജീവിതം, അവൻ അനുഭവിച്ച വേദനകൾ, അതെല്ലാം ഇഷയ്ക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നാളെ അടുത്ത ഭാഗവുമായി വരാം. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത കഥയുമായി വരുന്നു. സോറി,
അടുത്ത ഭാഗവുമായി വരുന്നത് വരെ ബൈ.